ഇന്ന് ഞാനിവിടെ നല്ലൊരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലതാണ്. വീട്ടിൽ തയ്യാറാക്കി വെച്ചാൽ ഏത് സമയത്തും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് തക്കാളിയാണ്. ഈ സമയത്ത് തണുപ്പ് സമയത്ത്, ഇപ്പോൾ തണുപ്പല്ല, ചൂട് തുടങ്ങി, എങ്കിലും അതിൻ്റെ തക്കാളിയുടെ സീസൺ കഴിഞ്ഞിട്ടില്ല. തണുപ്പ് സമയത്ത് ഇഷ്ടം പോലെ വളരെ സുലഭമായിട്ട് മാർക്കറ്റിൽ ലഭിക്കും. ഞാനിവിടെ 2 കിലോ തക്കാളി, അതെനിക്ക് മാർക്കറ്റിൽ നിന്ന് ഞാൻ വാങ്ങിച്ചാണ് 20 രൂപയ്ക്ക്. നല്ല ഫ്രഷ് ആയിട്ടുള്ള, അതുപോലെ നല്ല കളറാണ്, നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. ഇതുപോലെ ഞാൻ 2 കിലോ തക്കാളി വാങ്ങിച്ചു. പക്ഷേ ഞാൻ അതിൽ നിന്ന് പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. തക്കാളി അച്ചാറല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്, അതുകൊണ്ട് അതിൽ നിന്ന് പകുതി മാത്രം എടുത്ത് ഇതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഇതെല്ലാം നമുക്ക് വെള്ളം തോരുന്ന പോലെ ഒന്ന് തുടച്ചെടുക്കണം. നല്ല രീതിയിലൊന്ന് തുടച്ചെടുക്കാം. പിന്നെ ഇതധികം കൂടുതലായിട്ടുണ്ടാക്കണ്ട. നമ്മൾക്ക് 1-2 ആഴ്ചയൊക്കെ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കാരണം പെട്ടെന്നത് അഴുക്കായിപ്പോവും. പിന്നെ ഞാൻ അതിനോടൊപ്പം തന്നെ വാളംപുളി കൂടി എടുത്തിട്ടുണ്ട്. വാളംപുളി എടുത്ത് അതിനകത്തേക്ക് ഒന്ന് ചെറിയ ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് സോഫ്റ്റ് ആകണം. അതിൻ്റെ പൾപ്പൊന്ന് എടുക്കണം. അതിനുവേണ്ടി കുറച്ച് നേരം ആ ചൂടുവെള്ളത്തിലേക്ക് നമുക്കതിട്ട് കൊടുക്കാം. അതിനുശേഷം കഴുകി തുടച്ച് വെച്ച തക്കാളിയെല്ലാം ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഏത് ഷേപ്പ് വേണമെങ്കിലും അരിയാം. ഇത് നമുക്ക് വേവിക്കേണ്ടതായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞാൽ അത്രയും നല്ലതാണ്. പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പം പല മെത്തേഡുകളാണ് പല ആൾക്കാരും ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിൽ കൺഫ്യൂസ് ആയി പോകും എങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഈ പുളി ഡയറക്റ്റ് ചേർക്കാം, വെള്ളത്തിലിടാതെ, അതിൻ്റെ പൾപ്പെടുക്കാതെ ഡയറക്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് പല രീതിയിൽ ആൾക്കാർ ചെയ്യുന്ന വീഡിയോസ് യൂട്യൂബിൽ കിടപ്പുണ്ട്. പിന്നെ ഞാൻ എല്ലാം കൂടെ നോക്കി, എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എൻ്റെ രീതിയിലൊന്ന് ആണ് ഞാനിവിടെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്തെടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഞാനിതിനായിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒഴിച്ചത് കപ്പലണ്ടിയുടെ എണ്ണയാണ്, സിങ്ദാന അല്ലെങ്കിൽ പല്ലിയുടെ എണ്ണ. നിങ്ങൾക്ക് നല്ലെണ്ണ എടുക്കാം. നല്ലെണ്ണ എനിക്കിവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ നല്ലെണ്ണ ഉപയോഗിച്ചില്ല. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ കപ്പലണ്ടിയുടെ എണ്ണയാണ് ഉപയോഗിച്ചത് അച്ചാറിന് വേണ്ടി മാത്രം. അല്ലെങ്കിൽ കറിയൊക്കെ വെക്കാൻ വേണ്ടി ഞാൻ സോയാബീൻ്റെ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. സോയാബീൻ്റെ എണ്ണ ഞങ്ങൾക്കിവിടെ ധാരാളമായിട്ട് ലഭിക്കുന്നത്. സൺഫ്ലവറിൻ്റെ എണ്ണ കിട്ടും, അത് റെയറായിട്ടാണ് കിട്ടുന്നത്. പക്ഷേ സോയാബീൻ്റെ എണ്ണ കൂടുതലായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതും നല്ല ടേസ്റ്റാണ്. ഇനി ഞാനിത് തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പിട്ട് കൊടുത്തു. അതിന് ശേഷം പുളി കൂടെ ചേർത്ത് ഇനി ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം. ഈ തീയിൽ തന്നെ നല്ല തീ വെച്ച് കൊടുക്കാം. കാരണം തക്കാളിയുടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പേടിക്കാതെ തന്നെ തീ കൂട്ടി വെച്ച് തന്നെ നല്ലവണ്ണം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ആദ്യം അതിനോട് ഉപ്പ് ചേർക്കണം, പിന്നെ അതിന് ശേഷം പുളി ചേർക്കണം. പുളി നിങ്ങൾക്ക് ഡയറക്റ്റ് ചേർക്കാം, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ. അല്ല എങ്കിൽ ഇതുപോലെ ചൂടുവെള്ളത്തിൽ പുളി ഇട്ടതിന് ശേഷം അതിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഇതിനി നമുക്കൊന്ന് ഉടച്ചെടുക്കണം. പിന്നെ ചിലർ ഇതിനകത്ത് ഇത് തണുത്തതിന് ശേഷം മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാറുണ്ട്. പക്ഷേ എനിക്കത് അത്ര ഇതായിട്ട് തോന്നുന്നില്ല. കാരണം അത് നല്ലവണ്ണം അങ്ങ് സോഫ്റ്റായി പോവും. അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തവിയൊന്ന് ചേഞ്ചാക്കി ഇതുപോലെ ഇതൊന്ന് നല്ലവണ്ണം നമുക്ക് ഉടച്ചെടുക്കണം. പുളിയും തക്കാളിയും എല്ലാം കൂടെ നമുക്ക് നല്ലവണ്ണം ഉടച്ചെടുക്കാം. പിന്നെ നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തതുകൊണ്ട് പിന്നെ ലാസ്റ്റിൽ ഉപ്പുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. വാങ്ങിയിട്ട് ഇതുപോലെ ഉടച്ചതിന് ശേഷം ഇനി നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഞാനതിനായിട്ട് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്ത്, കടുക് കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല, അച്ചാറായതുകൊണ്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ കടുക് പൊടിച്ചതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഞാനത് ചേർത്തിട്ടില്ല. അതുപോലെ ഉലുവാപ്പൊടി ഇല്ലെങ്കിൽ ഉലുവ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഞാൻ പൊടിയാണ് ചേർക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ സമയത്ത് ഉലുവ ചേർത്തിട്ടില്ല. അതിനുശേഷം ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു, പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുത്തു. കറിവേപ്പില നമുക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം.
ഈ തക്കാളിക്കായതുകൊണ്ട് ഞാൻ ഇഞ്ചി ചേർത്തില്ല. അത് ഒരു എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ടേസ്റ്റ് നല്ലതാകുമില്ലെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി ചേർക്കാഞ്ഞത്. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ 2-3 വറ്റൽമുളക് കൂടെ മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് ഇതുപോലെ നല്ല മൂത്ത് വരുമ്പോൾ ഇനി ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്തു, എരിവുള്ള മുളക് പൊടി ആദ്യം ചേർത്തത്, അതിനുശേഷം മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി, പിന്നെ കായപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയും ചേർക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ച് വേണം ചേർത്ത് ഇളക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സിമ്മിൽ വെച്ചിട്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് നല്ലവണ്ണം അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതുപോലെ നല്ലവണ്ണം ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് മുമ്പ് വേവിച്ച് വെച്ച് അല്ലെങ്കിൽ ഉടച്ച് വെച്ച തക്കാളിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം. ഈ നമ്മൾ ചേർത്ത പൊടികളൊക്കെ അതിൽ പിടിക്കുന്നവരെ നമുക്കിതൊന്ന് തുടർച്ചയായിട്ട് ചെറിയ തീയിൽ തന്നെ വെച്ച് ഇളക്കിയെടുത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുമ്പം നല്ലതാണ്. പിന്നെ മുമ്പോട്ട് പോകാനുള്ള വലിയൊരു പോസിറ്റീവ് എനർജി കിട്ടും. നിങ്ങളുടെ കമൻ്റൊക്കെ പറയുമ്പോൾ അതിൻ്റെ തെറ്റുകൾ എവിടെയാണ്, അല്ലെങ്കിൽ എവിടെയാണ് തെറ്റുകൾ സംഭവിച്ചതെന്നൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഓരോ തെറ്റുകളും മനസ്സിലാക്കുന്നത്, വീഡിയോയിൽ നമ്മൾ പിടിച്ച സമയത്ത്. കാരണം ഇതിനകത്ത് സൂര്യപ്രകാശം അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വെള്ള കളർ പോലെ തോന്നാറുണ്ട്. ജനലിൻ്റെ സൈഡിലാണ് ഗ്യാസ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് സൂര്യപ്രകാശം അടിച്ചതുകൊണ്ട് ഇടയ്ക്ക് നമുക്കതൊരു ഫോൾട്ടായി തോന്നാറുണ്ട്. നിങ്ങളും ഇതുപോലെ തന്നെ വീട്ടിൽ തയ്യാറാക്കി നോക്കുക. അതോടൊപ്പം തന്നെ അഭിപ്രായം അറിയിക്കുക.